ഒന്ന് നടത്തി കൊടുത്തില്ലെങ്കിൽ പിന്നെ എനിക്ക് സമാധാനം കിട്ടില്ല. സംഗതി റിസ്ക് ആണ്. പ്ലീസ് ഡോക്ടർ. ഓക്കെ, സമ്മതിക്കാം. പക്ഷെ അപ്പുനെ നന്നായി കെയർ ചെയ്യണം. പേഷ്യന്റെ കണ്ടീഷൻ ശരിക്കും ബോധ്യമുണ്ടല്ലോ. അത് ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. ആംബുലൻസും നേഴ്സിന്റെ സേവനവും ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്യാം. ഓക്കെ? താങ്ക് യു ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. ശരി. കരയല്ലേ, ഒന്നും ഉണ്ടാവില്ല. വാ വാ വാ. ചേച്ചി, ഡോക്ടർ സമ്മതിച്ചോ? സമ്മതിച്ചു. അപ്പോ ശരിക്കും സൂക്ഷിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ ഏറ്റു. ശ്യാമേച്ചി, വൈകിട്ട് കടൽക്കരയിൽ പോകുമ്പോഴേ ശ്രീകുട്ടിയും കൂടി വേണം. അപ്പോ അതെങ്ങനെയാ? ശ്രീകുട്ടി അഖിൽ സാറിന്റെ വീട്ടിലല്ലേ? ചേച്ചി എന്നെ ശ്രീകുട്ടിയെ വിളിച്ചാ മതി, ശ്രീകുട്ടി വരും. മോനെ, അത് നടക്കുമെന്നറിയില്ല. നടക്കും ചേച്ചി, ശ്രീകുട്ടി കൂടി വേണമെന്നേ, എന്നാലേ എനിക്ക് സന്തോഷമാകൂ. അപ്പോ ശ്യാമ ചെന്ന് വിളിച്ച ശ്രീകുട്ടി അമ്മ ഒപ്പം അയക്കുമെന്നറിയില്ല. അയക്കും. അപ്പൂന് നാളെ ഓപ്പറേഷൻ ആണ്, ശ്രീകുട്ടിയെ കാണണമെന്ന് പറഞ്ഞ് അയക്കും. ശ്യാമേച്ചി ചെന്നാ മതി. ശരി അപ്പു, മോന്റെ ആഗ്രഹമല്ലേ, ഞാൻ പോവാം. ശ്രീകുട്ടിയും കൊണ്ട് ഞാൻ എത്താം. കൃഷ്ണ, അപ്പുവിന് ഞാൻ വാക്ക് കൊടുത്തു. പക്ഷേ ഞാൻ എങ്ങനെയാ ശ്രീകുട്ടിയെ വസുന്ധരാമ സമ്മതിക്കുമോ? പകരം കൊണ്ടുവന്ന ജഡ്ജ് പ്രശസ്ത പാട്ടുകാരി വിസ്മയ അല്ലേ? ഞാൻ ഈ ഫ്ലോറിൽ വെച്ച് വിസ്മയെ വെല്ലുവിളിക്കുക. ഏതെങ്കിലും ഒരു 4 വരി പാട്ട് ഈ സദസ്സിന് മുന്നിൽ വിസ്മയ ഭംഗിയായി പാടണം. മോളെ, എന്തായാലും സംഭവിച്ചു കൂടാത്തതൊക്കെ സംഭവിച്ചു. എല്ലാം എന്റെ മോളുടെയും വിധി. എനിക്കറിയാം നീ ഓഡിയൻസിനെ പേടിച്ചിട്ടാ ആ ശ്യാമയ്ക്ക് 10 മാർക്കിട്ട് കൊടുത്തതെന്ന്. പക്ഷേ അതവളെ ഏറ്റവും വലിയ വിജയിയാക്കി. ഒടുവിൽ ആ അഖിലും ആ ജികെയും എല്ലാവരും കൂടി നമ്മളെ പൊളിച്ചടുക്കി കളഞ്ഞില്ലേ? ഓഡിയൻസിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതും അതിപ്പോഴും എങ്ങനെയാണെന്നറിയില്ല. ഇല്ലെങ്കിൽ എല്ലാവരും കൂടി നമ്മളെ ചതച്ച് ചമ്മന്തിയാക്കിയനെ. പോയി, പാട്ടും അഭിമാനവും എല്ലാം പോയി. ആ ജികെയെ മാറ്റി നിന്നെ ജഡ്ജായി ഇരുത്തിയത് വസുന്ധര ഒരാളുടെ കഴിവാ. ഇനി വസുന്ധരയോട് നമ്മൾ എന്ത് മറുപടിയാ പറയാ? വേണ്ട, ഇനി ആരുടെ ഒരു മറുപടി എനിക്ക് കേൾക്കണ്ട. ഇവൾ ഒറ്റയൊരുത്തി ഇതെല്ലാം തകർത്ത് കളഞ്ഞ്. ശ്യാമ അങ്ങ് സ്റ്റാറായി. വലിയ പാട്ടുകാരി വിസ്മയ അമ്മയും ആളുകൾ അടിച്ചോടിച്ചു. ഞാൻ കരുതിയത് ആ ഓട്ടത്തിൽ അമ്മയും മോളും വല്ല കടലിലും ചാടി ചത്തിട്ടുണ്ടാവുന്ന. കുറച്ചെങ്കിലും അഭിമാനം അമ്മയ്ക്കും മോൾക്കും ഉണ്ടായിരുന്നെങ്കിൽ അതാ ചെയ്യേണ്ടിയിരുന്നേ.
ഇങ്ങനെ നാണം കെട്ടി ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? പ്ലീസ് വസുന്ധര, അല്ലെങ്കിൽ തന്നെ എന്റെ മോൾ ആകെ തകർന്നിരിക്കുക. ഇനി ഇങ്ങനെ കുത്തുവാക്കുകൾ പറഞ്ഞു എന്റെ മോളെ. ഓ, അപ്പൊ പറയുന്നതാ തെറ്റല്ലേ? അന്ന് എന്റെ വീട്ടിലെ ആ ഫംഗ്ഷനെ രണ്ടാളും എന്ത് നാടകം അവിടെ കാണിച്ചേ? ആ ദേവകിയെ മനഃപൂർവ്വം സ്വർണ്ണ മോഷണത്തിന് ജയിലിലാക്കി ഭീഷണിപ്പെടുത്തി ശ്യാമയെ കൊണ്ട് പാടിച്ചു. അതും പോരാഞ്ഞ് ശ്യാമയെ തന്നെ കുറ്റക്കാരിയാക്കി എന്റെയും എല്ലാവരുടെയും മുന്നിൽ പ്രകടനം അല്ലേ? കുറെ അബദ്ധങ്ങൾ പറ്റി. അതിനെ എല്ലാവരും മുമ്പിൽ നാണം കെട്ടില്ലേ? ഇപ്പൊ പുറത്തിറങ്ങാനാവാതെ പേടിച്ച് കഴിയാ ഞങ്ങള്. ഏത് സമയത്താ ആളുകൾ വന്ന് ഞങ്ങളെ ആക്രമിക്കാന്നറിയില്ല. ആക്രമിച്ചാ പോരാ, അമ്മയും മോളെ തല്ലി കൊല്ലണം. ഇതിലും കൂടുതൽ വേദനിപ്പിക്കരുത് വസുന്ധരെ. നിങ്ങൾ കാരണം ആ ശ്യാമ അങ്ങ് ഉയരങ്ങളിലെത്തി. ഇനി എനിക്ക് എന്റെ അഖിയെ തിരിച്ചു കിട്ടുവോ? ഇല്ലല്ലോ. ഇനി എന്റെ അഖി ആ ശ്യാമയ്ക്ക് അടിമയല്ലേ? എല്ലാം ഇവൾ ഒറ്റയൊരുത്തി വിസ്മയ കാരണം. കണ്ടില്ലേ കള്ള കണ്ണീരൊഴുക്കുന്നത്? പാടാൻ അറിയില്ല എന്നുള്ളത് പോട്ടെ, തലയ്ക്ക് അല്പമെങ്കിലും ബുദ്ധി ഇവക്കുണ്ടോ? ശ്യാമയ്ക്ക് 10 മാർക്ക്. ഇവളെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ എനിക്ക് തോന്നുന്നു. ഇരുന്ന് പൂങ്കണ്ണീരൊഴുക്കുന്ന കണ്ടില്ലേ? പ്രശസ്ത ഗായിക ഒരു വിസ്മയ. ഇങ്ങനെ ആക്ഷേപിക്കുന്നതിനേക്കാൾ ദാ എന്നെ ഇവളെ വസുന്ധര പറഞ്ഞതുപോലെ കഴുത്ത് ഞെരിച്ച് കൊല്ല്. ഞങ്ങളെ കൊല്ല്, കൊല്ല് വസുന്ധര, കൊല്ല്. ആർക്കും വേണ്ടാത്ത ഇവളെ നിന്നെയൊക്കെ കൊന്നിട്ട് ഞാൻ എന്തിനാ ജയിലിൽ പോന്നേ? ഞാനത് ചെയ്യേണ്ട കാര്യമില്ല. രണ്ടാളും പുറത്തേക്ക് ഇറങ്ങും. പാട്ടുകാരെന്നും പറഞ്ഞ് നിങ്ങൾ വിഡ്ഢികളാക്കിയവര് തക്കം പാർത്തിരിക്കുക. അവരെ കർമ്മം ചെയ്തോളും. അമ്മയും മോളെയും തല്ലിക്കൊന്നോളും. അത് താമസിയാതുണ്ടാവും, ഓർത്തു. ഇവൾ ആരാതെന്ന് ഉറപ്പ് വരുത്തിയിട്ട് എന്തായാലും ഞാൻ തിരിച്ചു പോകുന്നുള്ളൂ. എന്നെ പരിചയമുണ്ടോ? ആ, ആദിത്യ സാറിന്റെ വൈഫല്ലേ? അതെ, അല്ലാതെ തന്നെ കണ്ടിട്ടില്ലേ? അന്ന് മ്യൂസിക് റിയാലിറ്റി ഷോ നടന്ന സ്ഥലത്ത് വെച്ച് കണ്ടിരുന്നു. എന്താ പേര് പറഞ്ഞേ? ജാസ്മിൻ. ആ, അപ്പൊ പേരിന്റെ കാര്യത്തിൽ ഉറപ്പൊന്നുമില്ലേ? ജാസ്മിൻ എന്നാ എന്റെ പേര്. അവിടെ ആ മ്യൂസിക് ഷോ സ്ഥലത്ത് എന്തിനാ വന്നേ? ആരെ കാണാനാ? അത് പിന്നെ എനിക്ക് പാട്ട് ഒരുപാട് ഇഷ്ടാ. ഫൈനൽ മത്സരമല്ലേ, അങ്ങനെ വന്നതാ. അല്ലാതെ ആരെയും കാണാനല്ല? ആരെ കാണാൻ? അതാ ഞാൻ ചോദിച്ചേ. അവിടെ ഞങ്ങളുടെ കൂടെ ഇരുന്ന കുഞ്ഞാ ശ്രീകുട്ടി. അവളെ ഒറ്റയ്ക്ക് മാറ്റി നിർത്തി സംസാരിക്കണമെങ്കിൽ അതിലെന്തോ കാര്യമുണ്ടല്ലോ. അത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, കുഞ്ഞല്ലേ. കണ്ടപ്പോ സംസാരിച്ചു, അത്രേ ഉള്ളൂ. നിങ്ങൾ രണ്ടാളും തമ്മിലുള്ള അടുപ്പം കണ്ടപ്പോ അങ്ങനെയല്ലല്ലോ തോന്നിയത്? അടുപ്പൊന്നുമില്ല. ശ്രീകുട്ടിയോട് ചോദിച്ച് ഡീറ്റെയിൽസ് എനിക്ക് അറിയാവുന്നതേ ഉള്ളൂ.
പക്ഷേ കുഞ്ഞിനെ വെറുതെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി ചോദിക്കാതിരുന്നതാ. ഒന്നാമത് മോൾ അവളുടെ അമ്മയെ കാണാതെ വിഷമിച്ച് കഴിയുക. ആ കുഞ്ഞിനോട് സ്വന്തം അമ്മയെക്കുറിച്ച് തന്നെ ചോദിക്കണ്ടെന്ന് കരുതി. അമൃതായിട്ട് എന്താ പതിവില്ലാതെ ഓഫീസിൽ? എന്റെ ദൈവമേ, ഇനിയും അഭിയെ വല്ല സംശയവും? എന്താന്ന് വെച്ചാ മറുപടി പറ. അല്ല, അമൃതയുടെ എന്താ ഓഫീസിൽ? അല്ല, എന്താ എടുത്തൊന്നും മിണ്ടാത്തെ? അരുൺ ഇവളെ അറിയോ? ഇത് ജാസ്മിൻ, നമ്മുടെ കമ്പനിയുടെ പുതിയ സ്റ്റാഫാന്ന് തോന്നുന്നു. തോന്നുന്നേ ഉള്ളൂ. അപ്പൊ സ്റ്റാഫ് അല്ല. അല്ല, സ്റ്റാഫാ. വീടെവിടെയാ? ജാസ്മിന്റെ വീട് എവിടെയാന്നാ ചോദിച്ചേ? അത് അതെടുത്ത് ഇവിടെ ഒരു ബന്ധുവിന്റെ കൂടെ ആയിരുന്നു. ഇപ്പൊ നമ്മുടെ കമ്പനി ഗസ്റ്റ് ഹൗസ് ലാബി. അല്ല ജാസ്മിൻ, അബി, ജാസ്മിൻ. അല്ലടുത്ത് ഇത് പുതിയ സ്റ്റാഫല്ലേ, അതാ എനിക്ക് പെട്ടെന്ന് പേര് ഓർമ്മ വരാത്തെ. ഓ അങ്ങനെ. ആ ഓ അങ്ങനെ. അല്ല, അമൃതയെടുത്തി ഓഫീസിലോ? എനിക്ക് വിശ്വസിക്കാനേ ആവുന്നില്ല. ആ, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് എനിക്കും അറിയണമല്ലോ. അങ്ങനെ വന്നതാ. ഓ, ഇപ്പൊ മനസ്സിലായി. ഞാൻ ഓഫീസ് കാര്യത്തില് അത്ര എഫിഷ്യന്റ് അല്ല എന്നുള്ള പരാതി ഉണ്ടല്ലോ. അപ്പൊ അമൃതയെടുത്തിയ കാര്യങ്ങൾ പഠിപ്പിക്കാൻ അച്ഛനും അമ്മയും കൂടി പറഞ്ഞു വിട്ടതാവും. ഐശ്വര്യ എന്താ ആലോചിക്കുന്നത്? ഈ ഓഫീസിലെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാലേ ശരിക്കും തലവേദന കേസാ. സമാധാനത്തിൽ വീട്ടിൽ കഴിയുന്ന അമൃതയെടുത്തി അതിനിടയിലേക്ക് എന്തിനാ വന്നത്? വന്ന് ഓരോന്ന് തലേ കയറ്റി വെച്ചാലേ പിന്നെ കിടന്ന ഉറക്കം വരില്ല. അത്ര റിസ്ക്കാ ഇവിടുത്തെ കാര്യങ്ങള്. ആ, അത്രയും റിസ്ക് ഉള്ളതാ ഇവിടുത്തെ കാര്യങ്ങളെന്ന് എനിക്കിപ്പോ ബോധ്യമായി. അതാ ഞാൻ പറഞ്ഞേ, ഏട്ടത്തി വേഗം വീട്ടിലേക്ക് പോയിക്കോ. വീട്ടിലെ കാര്യങ്ങളും ആദ്യത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കി മനസ്സമാധാനത്തോടെ അവിടെ കഴി. ഞാൻ എന്തായാലും ഇവിടുത്തെ ഈ കുരിശ് തലയിലേറ്റി. അത് ഞാൻ തന്നെ ചുമന്നോളാം. പാവം അമൃതയെടുത്തേക്ക് ഇതൊന്നും പറ്റില്ല. ഐശ്വര്യ, ഞാൻ വന്നത് എന്താന്ന് വെച്ചാ... ഒന്നും പറയണ്ട, എടുത്തി പോയേ. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കണ്ട. വെറുതെ ബീപ്പ് കേറും. പോയേ. ഐശ്വര്യ, അതല്ല ഞാൻ പറയുന്നൊന്ന്... ഞാൻ പറയുന്ന കേക്ക്. എടുത്തി വേഗം പോയേ. ഐശ്വര്യ, ഞാനൊരു കാര്യം എടുത്തി. ഒന്നുമില്ല, ഏട്ടത്തിയും കൂടി ഇവിടെ കഷ്ടപ്പെടാൻ ഞാൻ വിടില്ല. ഏട്ടത്തി വേഗം പോയേ. വാ ഏട്ടത്തി, വാ. ഐശ്വര്യ, ഞാൻ പറയട്ടെ. ഐശ്വര്യ, അമൃതയെടുത്തി ഒരു സെക്കൻഡ്. ഡ്രൈവർ, കാറൊന്ന് പെട്ടെന്ന് കൊണ്ടുവരുമോ? അമൃതയെടുത്തിക്ക് അത്യാവശ്യമായിട്ടൊന്ന് വീട്ടിൽ പോവാനാ. വേഗം വേണം കേട്ടോ. ഐശ്വര്യ, ഞാൻ സംശയിച്ചത് വെറുതെ അല്ലെന്ന് ഇപ്പൊ ഉറപ്പായി. അത് ഐശ്വര്യ. എത്രയും വേഗം അത് തെളിയിക്കണം. അല്ലെങ്കിൽ അരുണിന്റെ ഐശ്വര്യയുടെ ജീവിതം അത് പ്രശ്നം. മോളെ, സമയം എത്രയായിട്ടും വിസ്മയം ഉണരാത്തതെന്താ? മോളെ, മോളെ, മോളെ വിസ്മയ, സമയം ഒരുപാടായി. എഴുന്നേക്ക് മോളെ, എഴുന്നേക്ക് മോളെ, മോളെ എഴുന്നേക്ക്.
വാ ചായ കുടിക്കാൻ എഴുന്നേറ്റ് വാ. വാ മോളെ, നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? വിസ്മയ ആരാ? എന്താ? നിങ്ങൾ ആരാ? എന്താടി തമാശയാ? ഞാൻ നിന്റെ മമ്മി. മോളെന്താ ഒന്നും പറയാത്തേ? ഓഹോ, മോള് തമാശയ്ക്ക് വേണ്ടി ചെയ്തല്ലേ? ഓ, ഞാനങ്ങ് പേടിച്ചു പോയി. മോളെ, ഞാൻ ജയിച്ചു. ഞാനാ ജയിച്ചേ. ഫൈനൽ റൗണ്ട് റിയാലിറ്റി ഷോയില് ഞാനാ വിജയിച്ചേ. ഞാൻ ജയിച്ചു. ഞാനാ ജയിച്ചേ. ഞാനാ പാട്ടുകാരി. ഏറ്റവും വലിയ പാട്ടുകാരി ഞാനാ. കൃഷ്ണ തുളസി ഞാനാ. ശ്യാമയാ ഞാൻ. കണ്ണന്റെ ശ്യാമയാ ഞാൻ. മോളെ, നീ എന്തൊക്കെ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ ശ്യാമ ഇനി ജയിക്കാൻ ആരുമില്ല. ഒന്നാമതാ ഞാൻ. ഏറ്റവും വലിയ പാട്ടുകാരി ഞാനാ ശ്യാമ, കണ്ണന്റെ ശ്യാമ. നോക്കി, ഇത് മമ്മിയാ. മോളെ, എന്റെ മോൾക്ക് എന്താ പറ്റിയത്? ഇത് മമ്മിയാ. ആ മമ്മി. ആ മമ്മി. മോൾ എന്തൊക്കെ ഇപ്പൊ പറഞ്ഞേ? ഞാൻ എവിടെയാ? മോള് സ്വപ്നം കണ്ടതാ? സ്വപ്നം കണ്ടതാണല്ലേ? മോളെ, എന്താ പറ്റിയേ? ഞാൻ പരാജയപ്പെട്ടു. ഞാൻ ആരുമല്ല മമ്മി. മോളെ കരയല്ലേ? ഞാനിനി എന്തിനാ ജീവിക്കുന്നത്? ഞാൻ മരിക്കാൻ പോവാ. ഞാൻ മരിക്കാൻ പോവാ. ഞാൻ മരിക്കാൻ പോവാ. ഞാൻ മരിക്കാൻ പോവാ. അയ്യോ മോളെ, മോളെ. മോളെ, 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 മോളെ. 75 ലക്ഷം രൂപ ചെക്ക് എനിക്ക് കിട്ടി. 75 ലക്ഷം രൂപ. മോളെ, എന്താ ഇതൊക്കെ? 75 ലക്ഷം. ഈശ്വര, എന്റെ ഈശ്വരന്മാരെ, എന്റെ മോൾക്ക് എന്താ പറ്റിയേ? ഞാനിതിപ്പോ ആരോടാ പറയാ? ആ അരുന്ധതിയോ? ജീവനോടെ ഉണ്ടോ? ഐശ്വര്യ എന്നെ കളിയാക്കണോ? കളിയാക്കിയതല്ല, കഴിഞ്ഞ ദിവസത്തെ രണ്ടാളുടെയും ഓട്ടം കണ്ട് ചോദിച്ചതാ. ഓ, അല്ലെങ്കിൽ ഒരു ആപത്ത് വരുമ്പോ വേണ്ടപ്പെട്ടവരാരും കാണില്ല. ഏയ് അതല്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. ഒരു വലിയ സങ്കടം പറയാനാ ഞാൻ ഐശ്വര്യ ഇപ്പൊ വിളിച്ചത്. അപ്പൊ ഐശ്വര്യ, എന്താ കാര്യം പറഞ്ഞോളൂ. എന്റെ മോള് പിച്ചുമ്പേയും പറയാ. പിച്ചുമ്പേയും പറയുന്നോ? ആ, വല്ലാത്ത തുറച്ചു നോട്ടോ. വിൻ ചെയ്തു. ശ്യാമയാ ഞാൻ. 75 ലക്ഷം കിട്ടി. ഇങ്ങനെ പരസ്പര വിരുദ്ധമായിട്ട് ഓരോന്ന് വിളിച്ചു പറയാ. അത് ചിലപ്പോ പേടിച്ച് മനസ്സിളകിയതാവും. മനസ്സിളകിയേ? സാരില്ല, മാറിക്കോളും. താനെ മാറിക്കോളും. വെറുതെ ടെൻഷനൊന്നും ആവണ്ട. ഇപ്പൊ നല്ല മയക്കം അവള്. ഉറങ്ങട്ടെ, ശല്യം ചെയ്യണ്ട. ശരിക്കൊന്ന് ഉറങ്ങി എഴുന്നേക്കട്ടെ, എല്ലാം ശരിയാവും. ശരിയാവുമല്ലേ? പിന്നെ ശരിയാവാതെ എവിടെ പോവാൻ? താനെ നോർമൽ ആയിക്കോളും. ഇപ്പൊ ഐശ്വര്യ പറഞ്ഞപ്പോഴാ എനിക്ക് കുറച്ച് ആശ്വാസമായത്. ഞാനങ്ങ് പേടിച്ചുപോയി. പേടിക്കാൻ ഒന്നുമില്ലെന്നേ, എല്ലാം നേരെയാകും കേട്ടോ. ശരി ഐശ്വര്യ, മോൾ ഉണരട്ടെ. അതുവരെ കാത്തിരിക്കല്ലേ? ആ, അത് മതി. ശരി ഐശ്വര്യ. വിസ്മയക്കിനെ ടെൻഷൻ കയറി തലയ്ക്ക് സുഖമില്ലാതായോ? അയ്യോ, നല്ലൊരു കുട്ടിയായിരുന്നു, പാവം.
അപ്പു പറഞ്ഞൊരാഗ്രഹം. നാളെ അവന്റെ ഓപ്പറേഷൻ നടക്കും. അപ്പൊ അവന്റെ ആഗ്രഹം എനിക്കൊന്ന് സാധിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ശ്രീകുട്ടിയെ വൈകിട്ട് എൻ്റെ കൂടെ ഒന്ന് അയക്കുമോ? ഓ, ഇപ്പൊ വലിയ പാട്ടുകാരിയല്ലേ? അതാ ഇത്ര ധൈര്യമായിട്ട് ഇവിടെ വന്ന് ഓരോന്നിങ്ങനെ ആജ്ഞാപിക്കുന്നേ അല്ലേ? നീ ഇപ്പൊ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ ഐശ്വര്യ? അപ്പൂന് ഹാർട്ടിന്റെ പ്രശ്ന, നാളെ ഓപ്പറേഷൻ. അത് നടക്കട്ടെ. അതിന് ഇവൾ ഇവിടെ വന്നത് എന്തിനാ? അപ്പൂന് കടൽ തീരത്ത് പോയി എല്ലാവരുമായിട്ട് ഇരിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടത്രേ. ഓ, ഒപ്പം ശ്രീകുട്ടി കൂടി വേണമെന്ന് അവന്റെ ആഗ്രഹം. അവർ രണ്ടുപേരും നല്ല കൂട്ടുകാരല്ലായിരുന്നോ? ഇങ്ങനെ ഓരോരുത്തരുടെ ഓരോ ആവശ്യത്തിനെ തോന്നുമ്പോ ശ്രീകുട്ടിയെ എങ്ങും അയക്കാൻ പറ്റില്ല. അത് ഐശ്വര്യമാണോ തീരുമാനിക്കുന്നത്? എനിക്ക് പോണം, അപ്പുവിന്റെ അടുത്ത് പോണം. മുത്തശ്ശി, ഞാൻ പൊക്കോട്ടെ? എനിക്ക് അപ്പുവിനെ കാണണം. അമ്മ ഇപ്പൊ എന്തോ ആയിക്കോട്ടെ, നാളെ ഓപ്പറേഷൻ ആ കുട്ടിക്ക്. അവന്റെ ഒരു ആഗ്രഹമല്ലേ. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അമ്മ തടസ്സം പറയരുത്.